നമുക്കറിയാം, മാതൃകാ ദമ്പതികൾ എന്നാണ് ഈ സിനിമാ മേഖലയിൽ പലരും മോഹൻലാൽ സുചിത്ര ബന്ധത്തെക്കുറിച്ച് തന്നെ പറയാറുള്ളത്. ലാലേട്ടന്റെ എല്ലാ തിരക്കുകളും കണ്ടറിഞ്ഞ് പെരുമാറുന്ന ഒരു ഉത്തമ കുടുംബിനിയാണ് സുചിത്ര എന്നാണ് പുറത്തു വരുന്ന വിവരം. ഏത് യാത്രയിലും സുചിത്രയും കൂടി ഒപ്പം കൂട്ടാൻ എപ്പോഴും നമ്മുടെ ലാലേട്ടൻ ശ്രമിക്കാറുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ നിഴലായി ഒപ്പം നിൽക്കുന്ന ഒരു ഉത്തമ ഭാര്യയാണ് സുചിത്ര. 28ാമത്തെ വയസ്സിലായിരുന്നു മോഹൻലാലിന്റെ ജീവിതത്തിലേക്ക് സുചിത്ര എത്തിയിരുന്നത്. 1988 ഏപ്രിൽ 28-ന് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം നടന്നിരുന്നത്. അന്ന് മലയാള സിനിമ ഒന്നടങ്കം പങ്കെടുത്ത ഒരു താരവിവാഹം കൂടിയായിരുന്നു ആ ഒരു വിവാഹം. സിനിമാ പശ്ചാത്തലമുള്ള കുടുംബത്തിലാണ് നമ്മുടെ സുചിത്ര വളർന്നത്. തമിഴിലെ ഒരു ഫേമസ് ഡയറക്ടറിന്റെ മകളാണ് സുചിത്ര എന്ന് പറയുന്നത്. ലാലേട്ടനോടുള്ള ആ ഒരു പ്രണയം അറിഞ്ഞപ്പോൾ തന്നെ സഹോദരൻ ഉൾപ്പെടെയുള്ളവർ സുചിത്രയെ അനുകൂലിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഇവരുടെ ജാതകം ആദ്യം നോക്കിയപ്പോൾ ചേരില്ല എന്ന തരത്തിലായിരുന്നു. ഒരു ജോത്സ്യന്റെ പ്രവചനം അങ്ങനെയായിരുന്നു. എന്നാൽ രണ്ടാമതൊരു അഭിപ്രായത്തിന് വേണ്ടിയിട്ട് വേറൊരാളെ ഇവർ കാണിച്ചപ്പോൾ ഈ ഒരു അഭിപ്രായം മാറിയിട്ട് പിന്നെ ഇവർക്ക് ചേർച്ചയുണ്ട് എന്നാണ് ആ ഒരു പ്രവചനം വന്നത്. ആ ആദ്യത്തെ പ്രവചനം ശരിയല്ല എന്നുള്ളതായിരുന്നു ഇപ്പൊ. കാരണം ഇവരുടെ ആ ഒരു ബന്ധം കാണുമ്പോൾ തന്നെ ഇവരുടെ ജീവിതത്തിലൂടെ ഇവർ തെളിയിച്ചിരിക്കുകയാണ് ഇവരുടെ നല്ലൊരു റിലേഷൻഷിപ്പിലാണ് ഇവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് എന്നുള്ളത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ ആദ്യമായിട്ടായിരുന്നു മോഹൻലാൽ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടിരുന്നത്. അതുവരെ കേരളത്തിൽ താൻ ഇല്ലായിരുന്നു എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത്. മാത്രവുമല്ല, തന്റെ സ്വകാര്യമായ ആവശ്യങ്ങളുടെ തിരക്കിലായിരുന്നു. പ്രത്യേകിച്ച് തന്റെ ഭാര്യയ്ക്ക് ഒരു സർജറി വേണ്ടി വന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അദ്ദേഹം ഗുജറാത്തിലും ബോംബെയിലും മദ്രാസിലും ആയിരുന്നു എന്നൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ടത്. അത് ആ ഒരു വീഡിയോയിൽ തന്നെ പറയുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ സുചിത്രയ്ക്ക് എന്ത് പറ്റി എന്നുള്ള ചോദ്യവും ആരാധകർ ഉയർത്തിയതും. കാരണം ആ ഒരു ഫംഗ്ഷനിൽ വെച്ചാണല്ലോ ലാലേട്ടൻ സുചിത്രയ്ക്ക് സർജറി ആണ് എന്നുള്ള കാര്യം പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ സുചിത്രയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ആരാധകർക്കുണ്ട്. മോഹൻലാൽ തന്റെ ഭാര്യയുടെ സർജറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ ഇരിക്കേണ്ടി വന്നു. ഈ ഒരു വാചകമാണ് അദ്ദേഹം ആ ഒരു വേദിയിൽ പറഞ്ഞത്. എന്നാൽ അമ്മയുടെ പിറന്നാൾ ദിനം, അതായത് ഓഗസ്റ്റ് മാസത്തിൽ നടന്ന അമ്മയുടെ പിറന്നാൾ ദിനം ആഘോഷിക്കുമ്പോൾ പോലും സുചിത്ര വളരെ പൂർണ്ണ ആരോഗ്യവതി ആയിട്ടാണല്ലോ കാണപ്പെട്ടതെന്നും ആരാധകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അമ്മയെ അടുത്തിടെ വരെ കൂടി നിന്ന് പരിചരിച്ചതും സുചിത്രയായിരുന്നു. സുചിത്രയ്ക്ക് മുൻപും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. അടുത്തിടെ മോഹൻലാലും അസുഖത്തെ തുടർന്ന് ആശുപത്രിയിൽ അഡ്മിറ്റുമായിരുന്നു. പനിയും ശ്വാസമുട്ടലുമായിരുന്നു അദ്ദേഹം. അന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് അദ്ദേഹം ചികിത്സ തേടിയിരുന്നത്. അതേസമയം ഇവരുടെ ദാമ്പത്യ ജീവിതത്തെ കുറിച്ചുള്ള ചർച്ചകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. തങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിന്റെ കെമിസ്ട്രി എങ്ങനെ ഇത്രത്തോളം കാലം നിലനിന്നു എന്ന് ചോദിച്ചാൽ സുചിത്രയ്ക്കും ലാലിനും പറയാൻ ഒറ്റ കാരണമേ ഉണ്ടാകും. ഇന്നും മായാതെ നിൽക്കുന്ന പ്രണയമാണ്. ഒപ്പം പരസ്പരമുള്ള വിശ്വാസവും. പ്രണയിച്ച് വിവാഹിതരായവരാണ് ഇരുവരും. പ്രണയമാണ് വിവാഹത്തിലേക്ക് ഇരുവരെയും എത്തിച്ചത്. എന്നാൽ ഈ കഥ അധികമാരും അറിയാൻ വകുപ്പില്ല. തീർത്തും അറേഞ്ച് വിവാഹമാണെന്നാണ് പൊതുവെയുള്ള സംശയം. ലാലേട്ടന്റെ സിനിമകൾ കണ്ട് പ്രണയിച്ചതാണ് സുചിത്ര. റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ ലാലേട്ടനെക്കാളും അദ്ദേഹത്തിന്റെ ഭാര്യയായ സുചിത്രയ്ക്ക് 12 വയസ്സ് താഴെയാണ്. 1960 മെയ് 21-നാണ് ലാലേട്ടന്റെ ജനനം. സുചിത്രയുടെ ജനനമാണെങ്കിൽ 1972-ലും.